ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സമയം നിങ്ങളിലേക്ക് വരുന്ന എനർജി എന്താണ്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരു ചേഞ്ചസ്, മാറ്റങ്ങൾ, എനർജി അപ്ഗ്രേഡ്, അത് നിങ്ങളുടെ ലൈഫിലായിരിക്കാം, അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയറിലായിരിക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന മാറ്റങ്ങൾ, ചേഞ്ചസ്, എനർജി, യൂണിവേഴ്സ് നിങ്ങളിലേക്ക് അറിയിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാനൊരു ജനറൽ റീഡിംഗ് ആയിട്ടാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് പൈലൊന്നും കാണത്തില്ല. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സലിലോട്ട് കൂടുതലധികം നിങ്ങളുടെ മെഡിറ്റേഷൻ മോഡിൽ ഇരുന്നതിന് ശേഷം ഒരു 3 തവണ ശ്വാസം വലിച്ചിട്ട് നിങ്ങളിലോട്ട് തന്നെ കൂടുതലും നിങ്ങളുടെ സോളിനെ അല്ലെങ്കിൽ നിങ്ങളുടെ മെന്റാലിറ്റിയിലോട്ട് തന്നെ കൂടുതലും ചോദ്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാനോ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ, ഒരു ഏഞ്ചൽ മെസ്സേജിന് നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾക്ക് ഉള്ള ബ്ലെസ്സിങ്സ് നിങ്ങൾ തന്നെ ചോദിച്ചു വാങ്ങണം. അത് യൂണിവേഴ്സിൽ നിങ്ങൾക്കുള്ള ആഗ്രഹങ്ങൾ, നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ ക്ലെയിം ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം നമുക്ക് നോക്കാം നിങ്ങൾക്ക് വരുന്ന മെസ്സേജുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾക്ക് വരുന്ന അൾട്ടിമേറ്റ് എനർജി എന്തൊക്കെയാണ്. ബ്ലെസ്സിങ്സുകൾ, അതേപോലെ തന്നെ എനർജി, അതേപോലെ തന്നെ ലൈഫ് എക്സ്പീരിയൻസ്, അങ്ങനത്തുള്ള സിറ്റുവേഷൻസ്, അങ്ങനത്തുള്ള കാര്യങ്ങളായിരിക്കാം. നിങ്ങളുടെ മൂഡ്സ്, നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ട് നിൽക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് ആവും. അത്രത്തോളം നിങ്ങളുടെ എനർജി എന്താണോ അതും ഇതിൻ്റെ അകത്ത് കൂടുതലധികം ഫോക്കസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. നിങ്ങളിപ്പം നിൽക്കുന്ന സിറ്റുവേഷൻസ്, നിങ്ങളുടെ ഫോക്കസും എല്ലാം ഇതിൻ്റെ അകത്ത് കണക്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം ആൾക്കാരുടെ ഒരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ്, അതായത് ഈ ഒരു സമയം എന്ത് ഡിസിഷൻ എടുക്കണം, എങ്ങോട്ട് തിരിഞ്ഞു പോകണം, എന്താണ് ചെയ്യേണ്ടത് എന്നറിഞ്ഞൂടാത്ത ഒരുതരം കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു ഡൗട്ട്, നിങ്ങൾക്കൊരു ക്ലിയറൻസ് ഇല്ല, എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു ക്ലിയറൻസ് ഇല്ലാത്ത ഒരു ടൈമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കാരണം നിങ്ങളുടെ ലൈഫിൽ വരുന്ന ആൾക്കാർ ശരിയാണോ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള ഒരു ഇന്റൻഷൻ എന്താണ്, നിങ്ങൾ ആൾക്കാർ നിങ്ങളുടെ അടുത്തോട്ട് വന്ന് പറഞ്ഞു തരുന്നതും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന ആൾക്കാർ, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ നിങ്ങളെ ചതിക്കുവാണോ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊപ്പം നിൽക്കുന്ന വ്യക്തി നിങ്ങളെ സംരക്ഷിക്കുവാണോ എന്നൊക്കെ ഉള്ള ഒരു തരം ഡൗട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വരാൻ അധികം ചാൻസ് ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സെലക്ട് ചെയ്യേണ്ടത്, എന്താണ് ചൂസ് ചെയ്യേണ്ടത്, ഏത് പാതയിലോട്ട് പോകണം, എങ്ങോട്ടാണ് നിങ്ങൾക്ക് പോവേണ്ടത് എന്നുള്ളൊരു ചെറിയൊരു ഡൗട്ട് ഉള്ളതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കുറച്ചധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ എടുത്ത പാത, അല്ലെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്തത് ശരിയാണോ, നിങ്ങൾ സെലക്ട് ചെയ്ത കാര്യങ്ങൾ ഓക്കെ ആണോ, ഞാൻ ഇനി ഇതിലോട്ട് തുടരണമോ എന്നൊക്കെ ഉള്ള ഒരു ഡൗട്ട് തോന്നുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കുറെ അധികം ആൾക്കാരുടെ ഒരു സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ കുറെ അധികം ആൾക്കാരുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയലൈസേഷൻ, ഫാന്റസി വേൾഡ്, തേർഡ് ഐ ചക്ര, അതേപോലെ തന്നെ ഡയമെൻഷൻസ് മാറുന്നുണ്ട്, എനർജി ചേഞ്ച് ആവുന്നുണ്ട്. നിങ്ങൾ പോലും വിചാരിക്കാത്ത സമയം നിങ്ങളുടെ ലൈഫിലേക്ക് എനർജി മാറുന്നുണ്ട്. കുറച്ചധികം പുതിയ പുതിയ ബന്ധങ്ങൾ, പുതിയ പുതിയ ആൾക്കാരുമായിട്ടുള്ള ഒരു പുതിയ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്റ്റഡ് ആക്കുന്ന പോലത്തെ ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കുള്ള ആൻസറുമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഏതൊക്കെയോ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക്, നിങ്ങളുടെ ഫാമിലിയിലേക്ക് ഒരു പുതിയൊരു ജീവൻ, അല്ലെങ്കിൽ പുതിയ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ പുതിയ ബന്ധങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കാം. റിലേറ്റീവ്സുമായിട്ട് കുറെ അധികം ആൾക്കാരെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് പുതിയൊരു ബന്ധവുമായിട്ട് ചില ആൾക്കാർ കടന്നു വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ റിലേറ്റീവ്സ് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. വിദേശത്തു നിന്നൊക്കെ ഹസ്ബൻഡ് വരാൻ വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വെളിയിൽ നിന്നുള്ള ആൾക്കാരായിരിക്കാം. കുറച്ചധികം ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് യൂണിവേഴ്സിൽ നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടയക്കുന്നതായിട്ട് ഒരു സമയത്ത് കാണാൻ പറ്റുന്നത്. ഈ സമയം നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ള ബ്ലെസ്സിങ്സ്, അതേപോലെ തന്നെ പഴയ കൂട്ടുകാരികളെ കാണുന്നതായിരിക്കാം, ഒത്തൊരുമിച്ച് കൂടുന്നതായിരിക്കാം, ഫ്രണ്ട്ഷിപ്പ് ഒന്നുകൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കാം, എന്താ പറയാ, ഒരു ന്യൂ ബിഗിനിങ്സ്, ഒരു ഗ്യാതറിംഗ് ആയിട്ട് നിങ്ങൾ കൂടുന്നതായിരിക്കാം. അതേപോലെ തന്നെ പഴയ ഓർമ്മകൾ പുതുക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട ആൾക്കാർ, അതേപോലെ തന്നെ
പണ്ട് നിങ്ങൾക്കുള്ള ഓരോ അധികം ബന്ധങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് ഇത്തവണ ഭയങ്കര സ്ട്രോങ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ പോകുന്ന സമയത്ത് അല്ലെന്നുണ്ടെങ്കിൽ പഴയ കഥകൾ പറഞ്ഞു ചിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പഴയ കഥകൾ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾക്ക് വേണ്ടി വരുന്നു, അട്രാക്റ്റഡ് ആവുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗോൾസുമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കുറേയധികം ആൾക്കാർ വരും, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ചിന്തകൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും, നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോവേണ്ട ആൾക്കാർ മൊത്തം ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിന്നും പോയിരിക്കും. അത് 100% ഗ്യാരണ്ടിയാണ്. വരേണ്ട ആൾക്കാരെ മാത്രമേ വരത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ സെലക്റ്റഡ് ആക്കുന്ന ആൾക്കാർ മാത്രമേ, അതായത് നിങ്ങളുടെ കൺട്രോളിൽ ഫുൾ നിങ്ങളുടെ ലൈഫ് കൊണ്ടുവച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ്. അതായത് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ നിങ്ങൾക്ക് എടുക്കാം, നിങ്ങൾക്ക് വേണ്ടാത്ത സംഭവങ്ങൾ നിങ്ങൾക്ക് എടുത്ത് കളയാം എന്നുള്ളൊരു സിറ്റുവേഷൻസ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ അടുത്ത് യൂണിവേഴ്സ് പറയുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കുറേ അധികം നെഗറ്റിവിറ്റീസ് നിങ്ങളുടെ ലൈഫിൽ നിന്നും തിരിഞ്ഞു പോകുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയുള്ള സംഭവങ്ങളെ നിങ്ങൾക്ക് അട്രാക്റ്റഡ് ആവാം. നെഗറ്റിവിറ്റീസിനെ മാറ്റിയതിനു ശേഷം പോസിറ്റീവിനെ മാത്രം നിങ്ങൾക്ക് ശേഖരിക്കാം. കാരണം നിങ്ങൾ കുറേ അധികം റിയലൈസേഷൻ ചെയ്തു, കുറേ അധികം പഠിച്ചു, എങ്ങനെ നിൽക്കണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ റിയലൈസേഷൻ ചെയ്യണം, എങ്ങനെ സംസാരിക്കണം. സ്പിരിച്വൽ വേൾഡിൽ തന്നെ നിങ്ങൾ കുറേ അധികം എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ, ഒറ്റയ്ക്ക് നിന്ന് സൈലന്റ് ആയിട്ട് സഫർ ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ കുറേ അധികം ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇനി ആർക്കും വന്നിട്ട് വേദനിപ്പിക്കാനോ, അല്ലെങ്കിൽ ഇനി ആർക്കും വന്ന് നിങ്ങളെ ഭയങ്കരമായിട്ട് നശിപ്പിക്കുവാനോ ചാൻസ് ഇല്ല. കാരണം ഓൾറെഡി നിങ്ങൾ ആ ഒരു മെത്തേഡ് ഓഫ് ആക്ഷൻ, അല്ലെങ്കിൽ ആ ഒരു പാത്ത് കഴിഞ്ഞു പോയതാണ്. അപ്പം യൂണിവേഴ്സൽ പരമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ഡിപ്പെൻഡ് ആയിട്ട് ആരും നിൽക്കത്തില്ല. നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും നിങ്ങളൊരു സ്ട്രോങ് ആണ്, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ഇനി എടുക്കത്തുള്ളൂ എന്ന റിയലൈസേഷൻ വരുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ കൂടുതലധികം ആൾക്കാരും ഈ ഒരു സമയത്ത് മെഡിറ്റേഷൻ, അതേപോലെ തന്നെ യോഗ, അതേപോലെ തന്നെ ഡാൻസ്, അതേപോലെ തന്നെ എൻജോയ്മെന്റ് ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സമയം നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് പരമായിട്ടുള്ള കാര്യങ്ങളിലോട്ട് തിരിഞ്ഞു പോകുന്നതായിരിക്കാം. അതേപോലെ തന്നെ നല്ല രീതിക്ക് ഫുഡ് കഴിക്കാൻ ചാൻസ് ഉള്ള കുറേ രീതിക്കുള്ള ഫുഡ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും ഈ ഒരു സമയത്ത്. നിങ്ങൾ കഴിച്ചിട്ടില്ലാത്ത ഫുഡ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നോൺ വെജിറ്റേറിയൻ ആയിരിക്കാം, വെജ് ആയിരിക്കാം, കുറേ അധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫുഡ്. അതേപോലെ തന്നെ കുറേ അധികം ഹോർമോൺസിന്റെ പ്രവർത്തനം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സമയമായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കുറച്ചധികം സൈക്കിക് എബിലിറ്റീസ്, അതേപോലെ തന്നെ കുറച്ചധികം നിങ്ങളെ കൂടുതലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജി നിങ്ങളിലോട്ട് പമ്പ് ചെയ്ത് വരും. യൂണിവേഴ്സിൽ നിങ്ങളിലോട്ട് കുറേ അധികം എനർജീസ്, കുറേ അധികം എന്താ പറയാ, നിങ്ങളെ കണ്ണിന് ഈ ഒരു സമയത്ത്, അതേപോലെ തന്നെ നിങ്ങളുടെ എനർജി കുറേ അധികം ട്രാൻസ്ഫോർമേഷൻ ആവുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റും. കണ്ണൊക്കെ തിളങ്ങുന്നു, അതേ കണക്ക് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ലുക്ക് വൈസ്, അതേപോലെ തന്നെ നിങ്ങളുടെ ഗ്ലാമർ വൈസ് ചൈതന്യമൊക്കെ നിങ്ങൾ കൂടി നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് ഈ ഒരു ടൈം കാണാൻ പറ്റുന്നത്. മാക്സിമം പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലും എഫേർട്ട് എടുക്കുന്നതും, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് നിങ്ങളിൽ തന്നെയായിരിക്കും. കാരണം ഒരു ലൈറ്റ് അപ്പ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് ഒരു സ്പിരിച്വൽ ജേണി എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് പറയാ, ഒരു ഇൻറ്റ്യൂഷൻ കൂടുക, അതേപോലെ തന്നെ കാര്യങ്ങൾ റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോപ്പറായിട്ട് ഡിസിഷൻ എടുക്കാൻ തോന്നുക, അതേപോലെ തന്നെ ഇമോഷൻസ് കുറേ അധികം കൺട്രോൾ ചെയ്യുക, നിങ്ങളെ തന്നെ കൂടുതൽ പാകപ്പെടുത്തി എടുക്കുക, അതേപോലെ തന്നെ എന്താ പറയാ, സൈക്കിക് അറ്റാക്ക്, അതേപോലെ തന്നെ സൈക്കിക് എബിലിറ്റീസിനെയൊക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുക, നിങ്ങളുടെ കരിയർ നിങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്ത് മാനേജ് ചെയ്യാൻ പറ്റുക, അങ്ങനത്തെ ഉള്ള കുറച്ചധികം സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ആങ്കർ, നിങ്ങൾ ഭയങ്കരമായിട്ടും ദേഷ്യം കൂടുതലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ദേഷ്യം കുറയ്ക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ദേഷ്യം കുറച്ച് മാത്രം ദേഷ്യം ഈ സമയം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം കൂടും. ഓൾറെഡി നിങ്ങൾക്ക് ഈ ഒരു സമയം ഭയങ്കരമായിട്ട് ദേഷ്യം കൂടുന്ന ഒരു ടൈമാണ്. ഭയങ്കരമായിട്ട് ഒരു ഫ്രസ്ട്രേഷൻ, ദേഷ്യം ഒക്കെ കൂടുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ കുറയ്ക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. അത് നോർമലി അത് കുറയും. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കത് റിയലൈസേഷൻ ആവും. ഞാൻ ഈ പറയുന്ന കാര്യം 1-2 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് റിയലൈസ്, അല്ലെങ്കിൽ അത് റിയലൈസേഷൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കണം നിങ്ങൾ ഈ ഒരു സമയത്ത്. അപ്പോൾ അത് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പം നിങ്ങൾ നിങ്ങളിലോട്ട് കൂടുതൽ ഫോക്കസ്ഡ് ആവാൻ പറ്റും. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ടെമ്പർ ആവും ഈ ഒരു സമയത്ത്. മേ ബി ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് 1-2 ദിവസം മുന്നേ ഈ ഒരു സമയമാണ് നിങ്ങളുടെ ടെമ്പർ ആവുന്ന ഒരു സിറ്റുവേഷൻസ് ആണ്. അത് നോർമലി നിങ്ങൾക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ മനസ്സിലാതെ എല്ലാവർക്കും ഈ ഒരു ടൈമിൽ വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് സ്പിരിച്വൽ ജേർണിയിൽ പോകുന്ന ആൾക്കാർക്ക്. അപ്പം ഇതൊരു അച്ചീവ്മെന്റ്സ് ആയിട്ട് കൂട്ടുക ഈ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പം എന്താ പറയാ, ഈ ഒരു സമയം ഒറ്റപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ആരും കൂടെ ഇല്ല, ഒറ്റപ്പെട്ട് വല്ലാത്തൊരു സിറ്റുവേഷൻസിൽ നെഗറ്റീവ് അടിച്ച് എല്ലാം തകർന്ന് നഷ്ടപ്പെട്ട് ജോലിയുമില്ല, ഒന്നുമില്ല, ഇനി അങ്ങോട്ട് എന്താണ് ചെയ്യേണ്ടത്, കുഴിയിൽ വീണ് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് തോന്നുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിയലൈസേഷൻ
ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഓരോരുത്തർക്കും ഓരോ ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് ഒരു പാത്ത് കഴിഞ്ഞ് നിങ്ങൾക്കൊരു നല്ലൊരു സമയം ഉണ്ടായിരുന്നു കാണും. ഇപ്പോൾ നിങ്ങൾക്കൊരു നല്ലൊരു സമയം അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചധികം ആൾക്കാരുടെ സിറ്റുവേഷൻസ് ആണ് ഞാൻ പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് എല്ലാം തകർന്ന് നിങ്ങളുടെ ഭൂമിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വേൾഡിൽ നിങ്ങൾക്ക് മഴ പെയ്യിപ്പിച്ച് തരുന്നില്ല യൂണിവേഴ്സിൽ എന്നുണ്ടെങ്കിൽ ഞാൻ 100% പറയുന്നു അവിടെ one day അത് നിങ്ങൾക്ക് വേണ്ടി മഴ പെയ്യിപ്പിക്കാനുള്ള പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് യൂണിവേഴ്സ്. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു സമയത്ത് ചില ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് എനിക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും റിലേഷൻഷിപ്പ് ആയിരിക്കാം, കരിയർ ആയിരിക്കാം, ഇനി എങ്ങോട്ട് പോകണം, എനിക്ക് മാത്രം എന്താണ് ഈ ഒരു ഗതി, അതായത് ദൈവവിശ്വാസം തന്നെ നഷ്ടപ്പെട്ടിട്ട് വല്ലാത്തൊരു സിറ്റുവേഷനിൽ ഒരു എന്താ പറയാ മാനസികപരമായിട്ടും ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് പിന്നെയും പ്രശ്നങ്ങൾ വന്ന് കയറിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ആണ് ചില ആൾക്കാർക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിയലൈസേഷൻ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും പ്രോപ്പർ ആയിട്ട് കണ്ണ് തുറന്ന് നോക്കുക നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളത്. അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു പൊസിഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോൾ പ്രവർത്തിച്ചു തുടങ്ങുന്നു ആ സമയം മാത്രമേ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ഉണ്ടാകത്തുള്ളൂ. നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കാണ്ട് നിങ്ങൾ മാനസികപരമായിട്ട് മനസ്സിൽ മാത്രമാണ് നോക്കി ഡൗൺ സിറ്റുവേഷനാണ് മാത്രമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു സക്സസ് ഉണ്ടാകത്തില്ല. പക്ഷേ നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കി ഡിസിഷൻ മേക്കിംഗ് എടുക്കാനുള്ളൊരു അവേക്കനിങ് ആവാൻ വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹം നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ഡിവൈൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 100% ഞാൻ പറയുന്ന ഡിവൈൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓഫ് കോഴ്സ് ആ എനർജി നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നിരിക്കും. ആ ഒരു എനർജി അവർക്ക് സെൻഡ് ചെയ്ത് തരാനുള്ള പവർ ഉണ്ട്. ആ ഒരു ഇൻറ്റ്യൂഷൻ ആ ഒരു എനർജി അവർക്ക് സെൻഡ് ചെയ്ത് നിങ്ങൾക്ക് തരും. ആ ഒരു എനർജി നിങ്ങൾ സെൻഡ് ചെയ്ത് തരാൻ വേണ്ടി നിങ്ങൾ മാക്സിമം നിങ്ങൾ ചോദിക്കണം, ഡിവൈൻ്റെ അടുത്ത് ചോദിക്കണം, എനിക്ക് ആ ഒരു എനർജി വേണം എന്ന് നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് ഡിവൈൻ ഇട്ട് തരാൻ തയ്യാറാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന ഏറ്റവും വലിയൊരു സിറ്റുവേഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാഡ് ആയിട്ടുള്ള സ്വപ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കാണാനുള്ള ചാൻസ് ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു സമയം നിങ്ങളെ കുത്തിക്കീറാൻ വേണ്ടി കുറെ അധികം ആൾക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കുറെ അധികം പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വലിച്ചു വരുത്തി നിങ്ങളെ നശിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈം നിങ്ങളുടെ ലൈഫിൽ നിന്ന് കടന്നു പോകും. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ദേജാവ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ടാവാൻ കുറെ അധികം ചാൻസ് ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് രാവിലെ ഒരു 4 മണി 4:30 ഞെട്ടി എണീക്കുക, അതേപോലെ തന്നെ കാലം തെറ്റി ഉറങ്ങുക, അങ്ങനെയൊക്കെയുള്ള കുറച്ചധികം സിറ്റുവേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചധികം പ്രശ്നങ്ങൾ കുറച്ചധികം നെഗറ്റിവിറ്റീസ് നിങ്ങൾ അലട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സമയമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ റിജക്റ്റ് നോർമലി ആയിക്കോളും. ഓക്കെ, അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് കുറച്ചധികം ആൾക്കാരെ സംബന്ധിച്ച് എന്താ പറയാ ഒരു ബാഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സ്വപ്നങ്ങൾ കാണാൻ ചാൻസ് ഉണ്ട്, നെഗറ്റീവ് സ്വപ്നങ്ങൾ കാണാൻ ചാൻസ് ഉണ്ട്, ഞെട്ടി എണീക്കുക, അങ്ങനത്തെ ഉള്ള കുറച്ചധികം സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് കുറച്ചധികം ആൾക്കാർക്ക്. കുറെ അധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിലോട്ട് ഇപ്പോൾ വരുന്നൊരു സിറ്റുവേഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ അധികം ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ കുറെ അധികം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന സമയത്ത് അങ്ങോട്ട് പോവരുത് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിലോട്ട് നിങ്ങൾ എത്തരുത് എന്ന് വിചാരിച്ച് നിൽക്കുന്ന കുറച്ചധികം നെഗറ്റീവ് എനർജികൾ ഉണ്ടാവുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ സംബന്ധിച്ച് ഒരു ഉയർച്ച ഉണ്ടാവുന്ന സമയത്ത് അവിടെ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസ് ആയിട്ട് വരുന്ന കുറച്ചധികം എനർജീസ് ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ആ ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് അവിടെ നിങ്ങൾക്ക് ബൾക്ക് ഓഫ് എനർജി അല്ലെങ്കിൽ നിങ്ങൾ അവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എസ്കേപ്പ് ആവും, രക്ഷപ്പെടും എന്ന് വിചാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും സർക്കിളിൽ നിൽക്കുന്ന ആരെങ്കിലും ആയിരിക്കും. ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ടും അതിനെ ആഘോഷിക്കപ്പെടുന്ന കുറച്ചധികം ആൾക്കാരുള്ളതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇത് നിങ്ങൾ ഒരു അവേക്കനിങ് ആയിട്ട് കൂട്ടുക, ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ട് കൂട്ടുക, ജസ്റ്റ് നിങ്ങളത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു രഹസ്യം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റിയലൈസേഷൻ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയം നിങ്ങളെ യൂണിവേഴ്സലുമായിട്ടും അടുക്കുന്നൊരു കാര്യമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കഴിവ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പെൻഡക്കിൾസ്, അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കഴിവുകൾ, അതായത് നിങ്ങൾ ഈ സമയം നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയം നിങ്ങൾക്ക് റിയലൈസേഷൻ ആവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ ഓരോ കഴിവും ഓരോ പോയിന്റും ഓരോ ഇൻറ്റ്യൂഷൻസും നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങും, നിങ്ങൾ അതിനെ സ്നേഹിക്കാൻ തുടങ്ങുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കുറെ അധികം ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു സമയം നിങ്ങൾക്ക് വരുന്ന ഒരു ബ്ലെസ്സിങ്സ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ നേച്ചറുമായിട്ട് കൂടുതലധികം അടുക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ
യൂണിവേഴ്സലുമായിട്ട് കുറേയധികം അടുക്കുന്ന കാര്യങ്ങളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. യാത്ര പോകുന്ന ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകുന്ന ആൾക്കാരായിട്ട് കാണാനുണ്ട്. ഒരു പ്രത്യേക ഒരു എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ബ്ലെസ്സിങ്സ് ആയിട്ടുള്ള ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കുറേയധികം ആൾക്കാർക്ക്. ഈ ഒരു സമയം നിങ്ങൾ ഭയങ്കര കാം ആയിരിക്കും. കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് കാം ആയിരിക്കും. നിങ്ങൾ നേച്ചറിനെ കാണുന്ന ഒരു ഡയമെൻഷൻസ് ഒക്കെ മാറി തുടങ്ങും. ഒരു 3 ഡയമെൻഷനിൽ കാണുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ 3D ഡയമെൻഷൻ, 4, 9 ആ ഒരു ഡയമെൻഷനിലോട്ട് കയറും. കുറേയധികം എക്സ്പീരിയൻസ് ചെയ്യും. കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. കുറേയധികം ഓർണമെന്റ്സ് വാങ്ങുന്ന സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കുറേയധികം ഗിഫ്റ്റുകൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നൊരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഡ്രസ്സ് വാങ്ങുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾ കുറേയധികം. അതേപോലെ തന്നെ എന്താ പറയുക, നിങ്ങൾക്ക് വിലമതിപ്പിക്കാനാവാത്ത കുറേയധികം ആഗ്രഹങ്ങൾ സാധിക്കുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. വില കുറച്ച് സാധനങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ കുറേയധികം സാധനങ്ങൾ നിങ്ങൾ മേടിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കുറേയധികം വീട്ടു സാധനങ്ങൾ മേടിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം മാക്സിമം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓർണമെന്റ്സ്, മാല, വള അങ്ങനത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ വാങ്ങാനായിട്ട് കാണാൻ പറ്റും. നേച്ചറുമായിട്ട് കൂടുതലധികം ഈ ഒരു സമയം നിങ്ങൾ അടുത്ത് നിൽക്കുന്നൊരു സമയമായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിന് പുറമെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ കഴിഞ്ഞ് നോക്കിയാൽ ബൈ ടാറ്റ. അടുത്ത വീഡിയോയിട്ട് കാണാം. അപ്പോൾ ഈ ഒരു സമയം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മാക്സിമം 111 സ്പ്രെഡ് ചെയ്യാൻ നോക്കുക. കമൻറ്റ് ബോക്സിൽ 111 സ്പ്രെഡ് ചെയ്യാൻ നോക്കുക. ക്ലെയിം ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ വേണ്ടി നോക്കുക മാക്സിമം. ഓക്കെ, യൂണിവേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ലഭിക്കും. ഓക്കെ, താങ്ക് യു.